നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ കല്ലാമത്താണ്. ഇവിടെ നമുക്കൊരു തണൽ വയോജന മന്ദിരം ഉണ്ട്. അപ്പൊ അതിന്റെ ഗ്രാമസഭയും ഓണക്കിറ്റ് വിതരണമൊക്കെയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും ഈ മരുന്ന് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അത് ഒരുപാട് താമസിച്ചാണ് ചിലരൊക്കെ വരുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ അഭിപ്രായം പറയാം. കാരണം അന്നത്തെ ദിവസം മറ്റുള്ളവർക്ക് ചികിത്സിക്കാനേ സാധിക്കില്ല. എവർക്കും മരുന്ന് ഒരുപാട് താമസിക്കും. പ്രത്യേകിച്ച് ഗുളികയൊക്കെ വാങ്ങുന്നവർ ഒരുപാട് താമസിച്ചാണ് പോകുന്നത്. ഈ പന്നിയോട്ടത്തൊക്കെ പോകുന്നവരൊക്കെ, ഈ ഏരിയയിൽ നിന്ന് പോകുന്നവരൊക്കെ അവരവിടുത്തെ മരുന്ന് വാങ്ങിച്ചിട്ട് ഒരുപാട് താമസിച്ചാണ് വരുന്നത്. അപ്പോഴങ്ങനെ അവർക്ക് ഈ പ്രായമുള്ളവർക്ക് അങ്ങനെ ഒരു മുൻഗണന വെച്ചാൽ കൊള്ളാമെന്നാണ്. ഗ്രാമപഞ്ചായത്തിനെ വയോസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന വയോസൗഹൃദ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഇലക്കോട് വാർഡിൽ വയോസൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഓണക്കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എല്ലാ വാർഡിലും നടത്തി വരുന്ന വയോജന ഗ്രാമസഭയും സ്പെഷ്യൽ ഗ്രാമസഭയും ഇന്ന് ചേരുകയുണ്ടായി. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള 941 പഞ്ചായത്തുകളിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു പഞ്ചായത്താണ് വയോസൗഹൃദ പഞ്ചായത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്. അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വാർഡിലെ ഓരോ 50 വീടുകൾ ചേർന്ന് ഉള്ള വയോജന അയൽസഭകൾ രൂപീകരിച്ച് ആ വയോജന അയൽസഭകളുടെ ഭാരവാഹികളെ വിളിച്ചു ചേർത്തുകൊണ്ട് വയോജന ക്ലബ്ബുകൾ ഓരോ വാർഡ് തലത്തിലും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 11 അംഗങ്ങളുള്ള വയോജന ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ആ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് വയോജന മഹാസഭയിലൂടെ പൂവച്ചൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വയോജന മഹാസഭയുടെ ഭാഗമായി പഞ്ചായത്തിനെ വയോജന സൗഹൃദ പഞ്ചായത്തായി തീരുമാനിച്ചുകൊണ്ടുള്ള കേന്ദ്ര വയോജന സൗഹൃദ സമിതി രൂപീകൃതമായത്. അതിൽ 23 അംഗങ്ങളുണ്ട്. ഓരോ വാർഡിലെയും ഓരോ പ്രതിനിധികൾ വീതമുള്ള 23 അംഗങ്ങളുള്ള വയോജന സൗഹൃദ പഞ്ചായത്ത് സമിതി നിലവിൽ വന്നു. അതിന്റെ പ്രസിഡന്റായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ കെ മോഹനും അതുപോലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ പി മണികണ്ഠൻ സെക്രട്ടറിയുമായിട്ട് ഉള്ള സമിതിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 9 റിസോഴ്സ് പേഴ്സൺമാർ തുടർച്ചയായി അവരുടെ കാര്യങ്ങൾ കൂടെ സഹായിക്കാനുണ്ട്. പഞ്ചായത്ത് അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ രണ്ടാം ഘട്ടം എന്ന രൂപത്തിലാണ് ഇപ്പോൾ എല്ലാ വാർഡിലും വയോജന ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ക്ലബിന്റെയും അതുപോലെ വാർഡ് തല അയൽസഭകളുടെയും പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇന്നിപ്പോൾ നടക്കുന്നത്. ഇവിടെ ഇന്ന് ഇതിൽ ഏറ്റവും വിശേഷിച്ച് ഈ ഇലക്കോട് വാർഡ് ആ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഓഫീസ് തന്നെ വളരെ മുമ്പ് 1 മാസം മുമ്പ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നിപ്പോ ആ ക്ലബിന്റെ ഭാരവാഹികളുടെ ശ്രമഫലമായിട്ട് ഈ വാർഡിലെ 100ഓളം തെരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുകയാണ്. അത്തരത്തിലുള്ളൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഇലക്കോട് വാർഡിലെ വയോജന ക്ലബിന്റെ ഭാരവാഹികളെ പ്രത്യേകം ഹൃദയപൂർവ്വം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഈ എന്റെ നന്മ നിറഞ്ഞ സന്തോഷകരമായിട്ടുള്ള ഓണം ആശംസിക്കുകയും ചെയ്യും. രമണി ശാങ്കുട്ടിയുണ്ടോ? ശാങ്കുട്ടി
ലീനാഭായി കല്ലാമം, യോഹന്നാൻ. കോച്ച ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇലക്കോട് വാർഡ് വയോജന മഹാസഭ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് 6 ക്ലസ്റ്ററായിട്ട് തിരിച്ച് അതിന്റെ ഭാരവാഹികളെ എടുത്തു ഏകീകരിച്ചുകൊണ്ട് ഒരു വാർഡ് തല ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിച്ചു. അതിന്റെ പേര് ക്ലബിന്റെ വാർഷികവും എന്നോണം ഇന്ന് ഗ്രാമസഭ വാർഡ് തല ഗ്രാമസഭ നടക്കുന്നതിന്റെ പേരിൽ ഞങ്ങള് ഒത്തിരി വയോജനങ്ങൾക്ക്, അതായത് 240ഓളം വരുന്ന വയോജനങ്ങളിൽ 150-ൽ കൂടുതൽ ആൾക്കാർക്ക് ഓണക്കിറ്റ് അവർക്ക് വിതരണം ചെയ്യുകയും 10-15 പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇന്ന് ഞങ്ങൾ ഇത് നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഞാനും ഞങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറി, ഭരണസമിതി അടങ്ങുന്നവര് ഒത്തിരി കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വാർഡിനെ നോക്കിക്കാണുന്നത്. ഞങ്ങൾക്ക് എത്ര ചെയ്താലും ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മതിയാവാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോടൊപ്പം ഈ ഇലക്കോട് വാർഡിന്റെ വയോജനങ്ങൾ 100% സഹകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ആശാവർക്കർമാര്, അത് അംഗൻവാടി ടീച്ചറ്, തൊഴിലുറപ്പ് മേറ്റുമാര് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം കൂടി ഞങ്ങൾക്ക് ഈ വാർഡിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് മഹത്തായ ഒരു കാര്യമാണ് ഓണക്കിറ്റ് വിതരണവും അവരുടെ ഗ്രാമസഭയും ഇന്ന് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. തണൽ വയോജന സൗഹൃദ ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഈ ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന്, ഞാൻ ഏകദേശം 2 മാസമായുള്ളൂ ഈ ക്ലബ്ബ് രൂപീകരിച്ചത്. എങ്കിൽ തന്നെയും സമയം കൊണ്ട് തന്നെ അതിനൊരു ആസ്ഥാനമായി നല്ല വിശാലമായ ഒരു റൂം എടുക്കാനും അതിനോടൊപ്പം വയോജനങ്ങൾ അവർക്ക് യഥാസമയം വന്ന് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാൻ ചെസ്, അതേപോലെ തന്നെ ക്യാരം ബോർഡ്, മറ്റെല്ലാ സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. അവരുടെ സമയം ഇവിടെ ഫ്രീ ആയിരിക്കുമ്പോൾ വന്ന് ചിലവാക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നല്ല ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വയോജനങ്ങൾ വളരെ നല്ലൊരു സഹകരണത്തോടുകൂടെ ഇതിനെ നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് കാണുന്നത്. അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ എലക്കോട് വാർഡിന്റെ പ്രസിഡന്റ്, അതായത് വാർഡ് മെമ്പർ ടി കുമാരദാസാണ് ഈ ക്ലബിന്റെ പ്രസിഡന്റ്. അതോടൊപ്പം സെക്രട്ടറി സൈമണും ഞങ്ങളുടെ ഒരുമിച്ച് ഈ ഭരണസമിതിയായിട്ട് ആത്മാർത്ഥമായിട്ട് ഇത് നന്നായിട്ട് കൊണ്ടുപോവുകയും ഈ നാടിന്, എലക്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഹോംവർക്കുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. വയോജന ക്ലബ്ബ് ഇലക്കോട് വാർഡ്, എൻ്റെ പേര് ചെല്ലയൻ എന്നാണ്. ഞാൻ കൊട്ടകുളം വാർഡ് വയോജന ക്ലബിന്റെ പ്രസിഡന്റാണ്. സർക്കാരിന്റെ പ്രഖ്യാപിത നയമനുസരിച്ച് അഗതികളും ആലംബഹീനരും അന്വേഷിക്കാൻ ആളില്ലാത്തതുമായ വയോജനങ്ങൾ അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാരിന്റെ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ 31 ആളുകൾ പഞ്ചായത്തിനാണ് തിരഞ്ഞെടുത്തതെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ 5 എണ്ണമാണ് തിരഞ്ഞെടുത്തത്. അത് പൂച്ചൽ പഞ്ചായത്താണ്. പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇതിന്റെ പരിപാടിയുമായി മുമ്പോട്ട് പോവുകയും ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഞാൻ ഉൾപ്പെടെ നിരന്തരം ചർച്ച ചെയ്ത് വയോധികരെ നേരിട്ട് കണ്ട് അവരുടെ വീടുകളിൽ പോവുകയും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി മുമ്പോട്ട് പോയത്. ഇതിന്റെ ഗ്രാമസഭ ഇന്ന് തീരുമാനിക്കുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ സന്മനസ്സുള്ള ആളുകളുടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഈ 150ഓളം ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ സാധിച്ചത്. വയോധികരെ തിരിച്ചറിയുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും അവരുടെ ഉപകരണങ്ങൾ, അതുതന്നെ പിന്നീട് വാക്കർ ഉൾപ്പെടെയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് വിതരണം ചെയ്യുവാനും ആശുപത്രിയിൽ തന്നെ പ്രത്യേകം ഒരു കൗണ്ടർ തന്നെ തുറന്നുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുവാനുള്ള നിർദ്ദേശം പഞ്ചായത്തിന് സമർപ്പിക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും നിസ്സീമമായ സഹകരണം ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കുണ്ട്. ഇത് നിരന്തരം ഇതിന്റെ പ്രവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും എന്ന് മാത്രമാണ് എനിക്ക്